കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള കോൺഗ്രസിലെ വടംവലികൾ ക്ലൈമാക്സിലേക്ക്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് പ്രതിനിധികളായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നാളെ കേരളത്തിലെത്തും. തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുമായി ഇവർ നേരിട്ട് ചർച്ച നടത്തുകയും ഇവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. എംഎൽഎമാരുടെ മനസ്സറിയുകയാണ് ഇതിൽ പ്രധാനം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പട നയിച്ച വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ വാദിക്കുന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി സതീശൻ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. വി.ഡി. സതീശൻ എത്തുന്നിടത്തെല്ലാം മുദ്രാവാക്യം വിളികളുമായി അണികൾ രംഗത്തുണ്ട്. ഭൂരിഭാഗം യുവ എംഎൽഎമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനാണെന്നാണ് സൂചനകൾ. എന്നാൽ തലയെണ്ണനിൽ തനിക്കും പിന്തുണ എത്തുമെന്ന് സതീശൻ ക്യാമ്പ് കണക്കൂട്ടുന്നു. പൊതുജന വികാരം തനിക്ക് അനുകൂലമാകുമെന്നാണ് സതീശൻ കണക്കൂട്ടുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സീനിയോറിറ്റി വാദവുമായി രമേശ് ചെന്നിത്തലയും സജീവമായി രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുകയും ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. മുന്നണിയെ നയിച്ച പരിചയവും സീനിയോറിറ്റിയും തനിക്ക് അനുകൂലമാകുമെന്നാണ് ചെന്നിത്തല ക്യാമ്പിന്റെ പ്രതീക്ഷ. അതേസമയം ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ മാത്രമേ കെ.സി. കേരളത്തിലേക്ക് മടങ്ങൂ. ഡൽഹിയിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി പദവിയിലെത്തിയ A.K. ആന്റണിയുടെ കരുണാകരന്റെയും ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ.സി. അനുകൂലികൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. 53 എംഎൽഎമാരുടെ പിന്തുണ കെ.സിക്കുണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മറ്റ് ക്യാമ്പുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിനിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തുന്നത്. AICC നേതൃത്വവുമായി ചർച്ച നടത്താനാണ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി യാത്ര. മഹാരാഷ്ട്ര DCC പുനഃസംഘടന അജണ്ടയെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും കേരളത്തിലെ ഇപ്പോഴുള്ള ഈ സാഹചര്യവും ചർച്ചയാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ ക്ലെയിം രമേശ് ചെന്നിത്തല ഇതിനകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാർട്ടിയിലും സഭയിലും താൻ സീനിയറാണ്. എംഎൽഎമാരുടെ ഭൂരിപക്ഷം 2021 ഘടകമായിരുന്നില്ല. ഭൂരിപക്ഷം ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവാക്കിയില്ല. എന്നിട്ടും ഒരു എതിർപ്പും അറിയിച്ചില്ല. കരിയിലെ അനങ്ങുന്ന ശബ്ദം പോലും ഉണ്ടാക്കിയില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. 2021 തന്നെ ആരും മുഖ്യമന്ത്രിയായി പ്രൊജക്ട് ചെയ്തിരുന്നില്ല. സീനിയോറിറ്റി മാനദണ്ഡമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. തീരുമാനം അധ്യക്ഷന് വിടാം, അല്ലെങ്കിൽ എംഎൽഎമാരുടെ എണ്ണം നോക്കി തീരുമാനിക്കാം. മോശമല്ലാത്ത എംഎൽഎമാരുടെ പിന്തുണ കിട്ടും. എല്ലാവരെയും മന്ത്രിയാക്കാൻ കഴിയില്ല. പാർട്ടി നീതിപൂർവമായ തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ധവളപത്രം ഇറക്കുന്നത് ആലോചനയിലാണ്. ഘടകകക്ഷികളുമായി തർക്കമുണ്ടാകില്ല. ആരും ക്യാൻവാസിംഗ് നടത്തുന്നില്ല. ഇതുവരെ തലയെണ്ണിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നാളെ വി.ഡി. സതീശനും ഡൽഹിയിലെത്തി നിലപാട് വ്യക്തമാക്കും. കോൺഗ്രസിന്റെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേരുക. രാവിലെ 11 മണിക്ക് 10-ാം നമ്പർ ജനപദിലെ വീട്ടിലാണ് യോഗം. ഈ യോഗവും നിർണായകമാകും. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിച്ച് മെയ് 10 മുമ്പ് സത്യപ്രതിജ്ഞ നടത്താനാണ് നീക്കം. KPCC മുൻ പ്രസിഡന്റ് K. സുധാകരൻ ഇന്നലെ K. മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. കെ.സിക്ക് പിന്തുണ തേടിയാണ് മുരളിയെ കണ്ടതെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് സംഘടനാ ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിന് താല്പര്യം കാട്ടിയാൽ രാഹുൽ നോ പറയുമോ എന്നതാണ് പ്രധാനം. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാകട്ടെ UDFനെ ഏകോപിപ്പിച്ച് വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സതീശന്റെ സംഘടന പാടവത്തിൽ വലിയ മതിപ്പുണ്ട്. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ സോണിയാഗാന്ധി നൽകിയ ഉറപ്പാണ് ചെന്നിത്തലയുടെ ബലം. ഉജ്ജ്വല വിജയം നേടിയ ശേഷം ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തിയ സതീശന് മുഖ്യമന്ത്രി, നേതാവ് എന്ന വിളികളുടെ ആവേശ സ്വീകരണമാണ് അണികൾ നൽകിയത്. മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നയിച്ച 2 നേതാക്കളുള്ളപ്പോൾ കെ.സി. മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. അതിൽ ജനങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇപ്പോഴത്തെ വിജയത്തിന്റെ തിളക്കം പോലും നഷ്ടമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടെന്ന തീരുമാനം എടുത്തിട്ടും അത് ലംഘിക്കുന്നതും ആക്ഷേപത്തിനിടയാക്കും. വേണുഗോപാൽ പിന്മാറിയാൽ അദ്ദേഹത്തിന് കൂടി സ്വീകാര്യനാകുന്ന ആളെ പരിഗണിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. സതീശന് സുപ്രധാന വകുപ്പും ഉറപ്പാക്കും. പക്ഷേ സതീശൻ വഴങ്ങുമോ എന്നതും പ്രശ്നമാവും. എംഎൽഎമാരുടെ പിന്തുണ മാത്രം നോക്കിയാൽ പോരെന്ന അഭിപ്രായം സതീശൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് കീഴിൽ മന്ത്രിയാകാൻ ചെന്നിത്തല തയ്യാറാകുമോ എന്നതും കണ്ടറിയണം. മുതിർന്ന നേതാവിനെ ഒഴിവാക്കുന്നത് ജനങ്ങളിലും നീരസം ഉളവാക്കും.